ഞാൻ പറയട്ടെ, സാമുദായിക സംഘടനകൾക്ക് ഒരു വോട്ടുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തൃശ്ശൂർ ഇലക്ഷനിൽ നമുക്കറിയാലോ, ബിഷപ്പ്മാർ ഇടപെട്ടിട്ട്. ഞാൻ വെള്ളാപ്പള്ളിയിൽ മാത്രം ഒതുങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് എല്ലാവർക്കും കൂടെ ഒരു താക്കീതാണ്. അനാവശ്യമായിട്ട് സാമുദായിക സംഘടനകളുടെ കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഒരു കാര്യം കൂടെ പറയട്ടെ. ഇനി ഞാൻ പറയുമ്പോൾ താഴത്തോടെ എഴുതി വെച്ചിട്ടുണ്ട് രാഷ്ട്രീയ നിരീക്ഷണം. ഞാനൊരു സാമുദായിക സംഘടനയുടെ പ്രസിഡന്റ് തന്നെ. MES ഒരു സാമുദായിക സംഘടനയാണ്, അതിനെപ്പറ്റി ഒരു തർക്കവുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, രാഷ്ട്രീയക്കാർ സാമുദായിക സംഘടനകളുടെ കാര്യങ്ങളിൽ ഇടപെടണ്ട, സാമുദായിക സംഘടനകൾ രാഷ്ട്രീയക്കാരുടെ കാര്യത്തിലും ഇടപെടണ്ട എന്നുള്ളതാണ്. പിന്നെ അത് സാമുദായിക ഞങ്ങളുടെ വ്യക്തമായ അഭിപ്രായം അതാണ്. മത സാമുദായിക സംഘടനകളുടെ അടുത്ത് വോട്ടൊക്കെ ചോദിക്കാൻ പോകാൻ അത് മര്യാദയല്ലേ? ഒരു വോട്ട് ചോദിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ പോയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ നിൽക്കണമെങ്കിൽ, അതായത് എങ്ങനെയെങ്കിലും ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് വർഗീയവൽക്കരിച്ചോ അല്ലെങ്കിൽ ജാതിവൽക്കരിച്ചുകൊണ്ടോ വോട്ട് നേടാം എന്നുള്ള ഒരു ഐഡിയ എടുത്തുകൊണ്ട് ഏത് നേതാക്കന്മാരെ പോവുകയാണെങ്കിലും അവർക്ക് കേരളം കനത്ത തിരിച്ചടി നൽകുമെന്നാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. എങ്ങനെ മുസ്ലിമുകൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവില്ല. എന്താണ്? നാഷണൽ പാർട്ടികൾ തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ 30% കൂടുതൽ CPM അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരികയാണ്. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ മുസ്ലിം സമുദായം, പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ മതി, അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും. പക്ഷെ അതിനുള്ള നേതൃത്വം വേണം. പോപ്പുലർ ഫ്രണ്ട് ഷുഡ് ട്രൈ ടു ബിൽഡ് അപ്പ് മോർ ലീഡേഴ്സ്. ഫോർ ദാറ്റ് ദീസ് സോർട്ട് ഓഫ് സെമിനാർസ് ആർ വെരി മച്ച് റിക്വയർഡ്. Discussion should be there. Fraternity should be built up.